വാർത്തകൾ തുടരുന്നു. ഞീഴൂർ പഞ്ചായത്തിലെ ഊന്നുകൽ ശുദ്ധജല പദ്ധതി നാടിന് സമർപ്പിച്ചു. ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ ഊന്നുകല്ല് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജോസ് കെ മാണി MP നിർവഹിച്ചു. സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഊന്നുകല്ല് പ്രദേശത്ത് 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് 4 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷവും വീതം അനുവദിച്ചു. ഊന്നുകല്ലിലാണ് ടാങ്ക് പണി തീർത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 54 കുടുംബങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സഖറിയാസ് കുതിരവേലി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി, റീന രാജു, സന്തോഷ് MK, ടോമി തോമസ്, PK മോഹൻ, ജയനമ എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ പദ്ധതിക്കായി സൌജന്യമായി സ്ഥലം നൽകിയവരെ ആദരിച്ചു. ഭരണങ്ങാനത്ത് തിരുനാൾ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തജന പ്രവാഹം. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും എത്തിയത് ആയിരങ്ങൾ. സഹനപാതയിലൂടെ സഞ്ചരിച്ച് വിശുദ്ധിയുടെ കിരീടം ചൂടിയ അൽഫോൻസാമയുടെ തിരുസന്നിധിയിലേക്ക് തിരുനാൾ ദിനങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തലക്ഷങ്ങൾ ഒഴുകി എത്തുകയാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം സന്ദർശിക്കാനും അനുഗ്രഹം പ്രാപിക്കാനുമായി തിരുനാളിന്റെ പിറ്റേ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന കാഴ്ചകൾക്കാണ് തീർത്ഥാടന കേന്ദ്രം സാക്ഷ്യം വഹിക്കുന്നത്. തീർത്ഥാടന ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളിലും ഭക്തരുടെ സജീവ സാന്നിധ്യം വ്യക്തമാണ്. തെളിയാത്ത വഴിവിളക്കിനായി പണം നൽകില്ലെന്ന തീരുമാനത്തിൽ വെളിച്ച വിപ്ലവമായി കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത്. ഇനി തെളിയാത്ത വഴിവിളക്കിന് പഞ്ചായത്ത് KSEBക്ക് വൈദ്യുതി ചാർജ് നൽകേണ്ട. കടുത്തുരുത്തി പഞ്ചായത്തിന്റെ 19 വാർഡുകളിലും വഴിവിളക്ക് തെളിക്കാൻ നടപടിയായി. പഞ്ചായത്ത് ഓൺ ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപ അനുവദിച്ച് 600 വഴിവിളക്കുകളാണ് പുതിയതായി സ്ഥാപിക്കുന്നത്. ഒരു വാർഡിൽ പുതിയതായി 32 പുതിയ വിളക്കുകൾ സ്ഥാപിക്കും. പഞ്ചായത്തിൽ വഴിവിളക്ക് തെളിയാത്തത് സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. 1.5 വർഷം വാറണ്ടിയുള്ള കുറഞ്ഞ വോൾട്ടേജിലും തെളിയുന്ന CFL വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മുഴുവൻ വാർഡുകളിലും വഴിവിളക്കിടുന്ന ജോലികൾ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി സെബാസ്റ്റ്യൻ അറിയിച്ചു. തെളിയാത്ത വഴിവിളക്കുകൾക്കായി പഞ്ചായത്ത് ഭീമമായ തുകയാണ് KSEBക്ക് നൽകി വന്നിരുന്നത്. 6 ലക്ഷം രൂപയുടെ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അച്ഛൻ കുഞ്ഞ് മണലേൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാത്തച്ചൻ കുഞ്ചത്തല, ശ്രീദേവി സുബ്രായൻ, ഓമന വാവ, പഞ്ചായത്ത് അംഗങ്ങളായ നോബി മുണ്ടയ്ക്കൽ, ശ്രീനിവാസ് കൊയ്ത്താനം, KK പ്രസാദ്, ജോമോൻ പുതുക്കരി, ഭാവന ജയപ്രകാശ്, ശാന്തന്മാ രമേശൻ, ഇന്ദു അനിൽകുമാർ, ജനമൈത്രി പോലീസ് അധികൃതർ, പഞ്ചായത്ത് സെക്രട്ടറി സുജിത് തരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സമരവുമായി BJPയും രംഗത്ത്. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ BJP കടുത്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും KSEB ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് ചക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. ജനക്ഷേമ പദ്ധതിക്ക് നേതൃത്വം നൽകി CPM. കടുത്തുരുത്തി മാത്തങ്കരിയിൽ CPM ബ്രാഞ്ച് കമ്മിറ്റികൾ ജനകീയ പാലം തീർത്തു. കടുത്തുരുത്തിയിൽ മാത്താങ്കരി തോടിന് കുറുകെ CPIMന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച ജനകീയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 2 ആഴ്ച കൊണ്ടാണ് പാലത്തിന്റെ പണി പൂർത്തിയായത്. 2 ആഴ്ച മുൻപ് പാർട്ടി ലോക്കൽ സെക്രട്ടറി PU വാവയാണ് പാലം പണി ഉദ്ഘാടനം ചെയ്തത്. 155 ഏക്കർ വരുന്ന മാത്താങ്കരി ബ്ലോക്കിനെ പുലിത്തുരുത്തുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. 30 മീറ്ററോളം വീതിയുള്ള മാത്താങ്കരി തോടിന് കുറുകെയാണ് പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ ഉദ്ഘാടനം CPIM കടുത്തുരുത്തി ഏരിയ സെക്രട്ടറി PV സുനിൽ നിർവഹിച്ചു. മാത്താങ്കരി നിവാസികൾക്ക് മറ്റ് പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ പാലം വേണമെന്ന ആവശ്യത്തോട് അധികൃതർ പുറംതിരിഞ്ഞു നിന്ന സാഹചര്യത്തിലാണ് CPIM എഴുമാന്തുരുത്ത് നോർത്ത്, സൌത്ത് ബ്രാഞ്ചുകൾ പാലം നിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം സനൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നേറിയത്. 25 തെങ്ങുകളും മനുഷ്യാധ്വാനവും പാലം പൂർത്തീകരിക്കാനായി ചിലവായി. ഏതാനും തെങ്ങുകൾ വില കൊടുത്തു വാങ്ങിയപ്പോൾ മറ്റുള്ളവ സംഭാവനയായി ലഭിച്ചു. 8 കുടുംബങ്ങളാണ് മാത്താങ്കരിയിൽ താമസിക്കുന്നുള്ളൂവെങ്കിലും പാടശേഖരത്തിലെ കർഷകർക്കും തൊഴിലാളികൾക്കുമടക്കം കൂടുതൽ ആളുകൾക്ക് പാലത്തിന്റെ പ്രയോജനം ലഭിക്കും. നിലവിൽ അത്യാസന്ന ഘട്ടങ്ങളിൽ പോലും ഇവിടെ താമസിക്കുന്നവർക്ക് മാത്താങ്കരി തോട് നീന്തി അക്കരെ ചെന്നേ പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയുമായിരുന്നുള്ളൂ. പുതിയ പാലം വന്നതോടെ ഇവിടുത്തുകാരുടെ യാത്രാക്ലേശത്തിന് തെല്ല് ആശ്വാസം വന്നിരിക്കുകയാണ്. ഇനി അറിയിപ്പുകൾ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുറവലങ്ങാട്ട് ചൊവ്വാഴ്ച വൈകിട്ട് 6 മുതൽ കടകൾ മുടക്കി പ്രതിഷേധിക്കും. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കടയടപ്പ് സമരം കടുത്തുരുത്തിയിൽ നടക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണി മുതൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകളടച്ച് ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചേരും. റിട്ടയർഡ് സബ് രജിസ്ട്രാർ കുറവലങ്ങാട് പൌർണമിയിൽ MK ശശിധരനുണ്ണി നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ വിജയമ്മ റിട്ടയർഡ് അധ്യാപിക കൊട്ടാരക്കര പുത്തൻകുന്നത്ത് പടിഞ്ഞാറ്റേതിൽ കുടുംബാംഗം. മക്കൾ സുനിൽ ഉണ്ണി, അനൂപ് ഉണ്ണി. മരുമക്കൾ സിന്ധു, ആതിര. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം ഗ്രാമിന് 2740 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. കാലാവസ്ഥ.
കേരളത്തിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. നാളെ നേരിയ മഴയ്ക്ക് സാധ്യത. താപനില: കോട്ടയം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി 30, 29. ആലപ്പുഴ 30, 28. സിറ്റി ന്യൂസ് സ്പെഷ്യൽ ഡെസ്ക്. ധാന്യമണികളുമായി ഗോപാലൻ ചങ്ങാത്തം സൂക്ഷിച്ച് പ്രാവിൻകൂട്ടം. ഇത് കുറവലങ്ങാട് പഞ്ചായത്ത് സ്റ്റാൻഡിലെ സ്ഥിരം കാഴ്ച. ഇക്കാണുന്നത് കുറവലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ സ്ഥിരം കാഴ്ചയാണ്. ഗതാഗത തിരക്കേറിയ MC റോഡിന് പാർശ്വത്തായുള്ള കുറവലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ പതിവ് കാഴ്ചയാണെന്ന് പറയുന്നതാവാം കൂടുതൽ ശരി. പ്രാവിൻകൂട്ടവും പ്രാവുകൾക്ക് തീറ്റ നൽകുന്ന ഗോപാലനുമായുള്ള ഈ ചെങ്ങാത്തത്തിന് 1-2 വർഷങ്ങളുടെ പഴക്കമല്ല ഉള്ളത്. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ കമ്പർ സ്റ്റേഷൻ നടത്തിപ്പും ബസ്സുകളിലെ ടോൾ പിരിവുമായി ഗോപാലൻ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ നിറസാന്നിധ്യമാണ്. ബാച്ചലർ ലൈഫിൽ നീങ്ങുന്ന ഗോപാലൻ പ്രാവുകളുമായുള്ള കൂട്ടുകെട്ട് തുടങ്ങിയതിൽ വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1-2 പ്രാവുകൾ വല്ലപ്പോഴും എത്തുന്ന പതിവ് ബസ് സ്റ്റാൻഡിൽ മുമ്പുണ്ടായിരുന്നു. എത്തുന്ന പ്രാവുകൾക്ക് കയ്യിൽ കയറുന്ന ധാന്യമണികൾ നൽകുന്നത് ഗോപാലൻ പതിവാക്കിയതോടെ കൂടുതൽ പ്രാവുകൾ ഭക്ഷണത്തിനായി ഇവിടെ എത്തിത്തുടങ്ങി. ഇപ്പോൾ പ്രാവുകളുടെ എണ്ണം 200-ലേറെ കഴിഞ്ഞിട്ടുള്ളതായാണ് ഏകദേശ കണക്ക്. പുലർച്ചെ 6ഓടെയാണ് പ്രാവുകളും ഗോപാലനുമായുള്ള ചെങ്ങാത്തത്തിന്റെ നേരു ഉദാഹരണം. കുറഞ്ഞത് 2 കിലോ ധാന്യമണികളെങ്കിലും ഓരോ ദിനവും ഗോപാലൻ കരുതി വയ്ക്കും. പ്രാവുകൾ പറന്ന് ഇറങ്ങുന്നതോടെ ധാന്യം സ്റ്റാൻഡിൽ വിതറും. കൂട്ടമായി എത്തുന്ന പ്രാവുകൾ ധാന്യമണികളിൽ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ ഇന്ന് പറന്നകലും. പിറ്റേന്ന് വരാമെന്ന് ഗോപാലനോട് സമ്മതിച്ചെന്ന മട്ടിലാണ് പ്രാവുകളുടെ യാത്ര. ഇനി ഏതെങ്കിലും കാരണവശാൽ ഗോപാലൻ ഉറക്കമുണരാൻ വൈകിയാലാണ് ഏറെ പ്രത്യേകത. ഗോപാലൻ ഉറങ്ങുന്ന മുറിക്ക് പുറത്തായി പ്രാവുകൾ കുറുകി പ്രത്യേക ശബ്ദമുണ്ടാക്കും. ഈ ശബ്ദം കേട്ടാൽ ഗോപാലന് തീർച്ചയായും പുറത്തെത്തിയേ മതിയാവൂ എന്നുള്ളതാണ് സ്ഥിതി. കയ്യിൽ കയറുന്ന ധാന്യമണികൾ ഒരു ദിവസം പോലും വീഴ്ച വരുത്താതെ പ്രാവുകൾക്ക് നൽകുകയാണ് പക്ഷി സ്നേഹി കണക്കായ ഈ ഗോപാലൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറവിലങ്ങാട് എക്സൈസ് സംഘം 1.25 കിലോ കഞ്ചാവ് പിടികൂടിയ കഞ്ചാവ് ചെറുകിട വിൽപ്പനയ്ക്കായി എത്തിച്ചതെന്ന് എക്സൈസ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സമൂഹത്തിന്റെ സമീപനം മാറണമെന്ന് മോൻ ജോസഫ് MLA. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കുര്യാസ് കുമ്പളപ്പുഴയ്ക്ക് മാതൃഗ്രാമത്തിൽ ഉജ്ജ്വല സ്വീകരണം. ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിപുലപ്പെടുത്തണമെന്ന് കുറവലങ്ങാട് പഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രാമസഭ. കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ രോഗിക്കൊപ്പമെത്തിയവർ സംഘർഷം സൃഷ്ടിച്ചതായി പരാതി. ചികിത്സ ലഭിച്ചില്ലെന്ന് AIYF. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.